മമ്മൂക്ക പടത്തിൻ്റെ റിവ്യൂ എടുക്കാൻ പോയിട്ട് വൈകുന്നേരം ഇപ്പോൾ ആകെ ടയേർഡായി. ഞാൻ സുഹൃത്തും പറഞ്ഞിടാ നമുക്ക് തട്ടുഫുഡ് അടിച്ചല്ലോ. ഒന്നും ഓർത്തില്ല. അപ്പോൾ വടക്കേച്ചിറ എന്ന് പറഞ്ഞൊരു പുതിയ സ്ട്രീറ്റ് ഫുഡ് വന്നിട്ട് വടക്കേ സ്റ്റാൻഡിൽ. അപ്പോൾ അങ്ങോട്ട് വിട്ടു. നല്ല നീറ്റ് സ്ഥലം കേട്ടോ. അത് നല്ല ഫുഡൊക്കെ കാണുമ്പോൾ അറിയാം, ഡിസ്പ്ലേ ചെയ്തേക്കുന്നതൊക്കെ വളരെ നീറ്റായിട്ടാണ്. ഇപ്പോൾ ചിക്കൻ ഫ്രൈയും അങ്ങനത്തെ എല്ലാ വെറൈറ്റികളും വളരെയധികം നീറ്റായിട്ടാണ് അവർ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. നമുക്ക് അവരെ വൃത്തിയും വെടുപ്പൊക്കെ. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്, ഒരുപാട് വെറൈറ്റികളുണ്ട്. ചിക്കൻ ഫ്രൈയും കാടാരിയും പോർക്കിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അവരെ ഫുഡ് അടിക്കുന്നത് തന്നെ കാണുമ്പോൾ അറിയാമല്ലോ, നമുക്കത് നല്ല നീറ്റിൽ വരെ ചെയ്യുന്നത്. നമ്മളൊരു ചില്ലി പോർക്കും കൊള്ളിയും ഒരു ബോട്ടിയും കൊള്ളിയും പറഞ്ഞ ചില്ലി പോർക്കും കൊള്ളിയും ഫസ്റ്റ് ടൈമാണ് ഞാൻ. പോർക്കും കൊള്ളിയും ബോട്ടും കൊള്ളിയും ചിക്കൻ ബോട്ടും കൊള്ളിയും കേട്ടിട്ടുണ്ട്. ചില്ലി പോർക്കും കൊള്ളിയും ആദ്യമായിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന് വേണ്ടത് 140 രൂപയാണ് ഒരു പ്ലേറ്റിന് വേണ്ടത്. പക്ഷേ അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല. അവരത് നല്ല രീതിയിൽ ഒരാൾക്ക് നല്ല രീതിയിൽ വയറ് നിറയും. 140 രൂപയ്ക്ക് ഒരു പ്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വയറ് നിറയും. പിന്നെ അവർ നല്ല നീറ്റായിട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൽ മറ്റേ സവാളയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ കാണുമ്പോൾ അറിയാം അവരുടെ ക്വാളിറ്റി. ചില സ്ഥലങ്ങളൊക്കെ പോയില്ലേ സവാള വാരി ഇതിട്ടുണ്ടാവും. ഇത് സവാളയും കുക്കുമ്പറൊക്കെ കട്ട് ചെയ്തിട്ടേക്കണമെന്ന് കണ്ട അത് അവരുടെ നീറ്റ് അവരുടെ വർക്കിൻ്റെ ഫിനിഷിങ് അവിടെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. വടക്കേ സ്റ്റാൻഡിലാണ് വരുന്നത്. വടക്കേച്ചിറ സ്ട്രീറ്റ് ഫുഡ് ഇട്ടാൽ ഒന്ന് അവിടെ കയറി ടേസ്റ്റ് ചെയ്തൊക്കെ എല്ലാവരും.